ശസ്ത്രക്രിയാ ഉപകരണങ്ങളുടെ ക്ഷാമവും പ്രതിസന്ധിയും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ദീർഘകാലമായി നിലവിലുണ്ടെന്നും ഹാരിസ് ചിറക്കൽ പറഞ്ഞു. അതേസമയം ഡോക്ടർ ഹാരിസ് പറഞ്ഞ കാര്യങ്ങൾ പരിശോധിക്കുമെന്നും അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ നിർദ്ദേശിച്ചതായി ആരോഗ്യമന്ത്രി വീണ ജോർജ് പ്രതികരിച്ചു. തുറന്നു പറച്ചിലിൽ ഹാരിസിനെതിരെ നടപടി ഉണ്ടായാൽ ഡോക്ടർമാർ സമരത്തിലേക്ക് കടക്കുമെന്ന് KGM-CTA പ്രതികരിച്ചു. ഒരു വർഷം മുമ്പ് ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ പേഴ്സണൽ സ്റ്റാഫിനോട് ഉപകരണക്ഷാമത്തെക്കുറിച്ച് കൃത്യമായി അറിയിച്ചതാണ്. മറ്റ് അധികൃതരെയും അറിയിച്ചു. ഇതിലും ഫലം കാണാതെ വന്നതോടെയാണ് പരസ്യ പ്രതികരണം നടത്തിയതെന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ യൂറോളജി വിഭാഗം മേധാവി ഡോക്ടർ ഹാരിസ് ചിറക്കൽ പറഞ്ഞു. രോഗികളുടെ സങ്കടം സഹിക്കാൻ കഴിയാതെ വന്നതോടെ പരസ്യ പ്രതികരണത്തിലേക്ക് എത്താമെന്നും തീരുമാനിച്ചു. ഞാൻ അറിയിക്കാനുള്ള മേലധികാരികളെ ഇത് കൃത്യമായിട്ട് അറിയിച്ചിട്ടുണ്ട്. കാരണം എനിക്ക് മിനിസ്റ്ററുമായിട്ട് നേരിട്ട് ആക്സസ് ഇല്ല. ഞാൻ റിപ്പോർട്ട് ചെയ്യേണ്ടുന്ന ആരാണോ എൻ്റെ പ്രിൻസിപ്പലിന്, കാരണം അദ്ദേഹത്തിന് ഇതിന് വലിയ അറിയില്ല. കാരണം അദ്ദേഹം പുതിയതായിട്ട് ജോയിൻ ചെയ്തിട്ട് ഒരു മാസം പോലും ആകുന്നില്ല. ഇതിനുള്ള മുമ്പുള്ള പ്രിൻസിപ്പലിനെയും സൂപ്രണ്ടിനെയും ഒക്കെ നമ്മൾ നേരത്തെ ഇതിലെ കാര്യങ്ങളെല്ലാം വളരെ കൃത്യമായിട്ട് നമ്മൾ അറിയിച്ചിട്ടുള്ളതാണ്. ശസ്ത്രക്രിയ ഉപകരണങ്ങൾ വാങ്ങുന്നുണ്ടെങ്കിലും അതിൻ്റെ മെയിൻ്റനൻസ് നടത്താറില്ല. ഇത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നു. രോഗികൾ തന്നെ ശസ്ത്രക്രിയ ഉപകരണങ്ങൾ വാങ്ങി നൽകുന്നതിനാലാണ് അടിയന്തര ശസ്ത്രക്രിയകൾ പോലും മുടങ്ങാതെ നടന്നതെന്നും ഡോക്ടർ ഹാരിസ് ചിറക്കൽ പ്രതികരിച്ചു. 2023 കഴിഞ്ഞ മെഷീൻ 2021 കമ്മീഷൻ ചെയ്ത മെഷീൻ 2023 വരെ ഞങ്ങൾ ചെയ്തതിനകത്ത് ഏകദേശം 3900 രോഗികളെയാണ് നമ്മൾ ഓപ്പറേഷൻ ചെയ്തത്. അപ്പോൾ എത്ര വേഗത്തിലുള്ള ഓപ്പറേഷൻ അത് വെച്ച് നടക്കുന്നുണ്ടെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കണം. അപ്പോൾ അത് 2023 മുതൽ ഈ വർഷം മുതൽ അത് മുടങ്ങിയിരിക്കുമ്പം എത്ര പേർക്കാണ് അത് ചെയ്യാൻ പറ്റാതിരുന്നതെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഒക്കെ നമ്മളിങ്ങനെ അപേക്ഷിച്ച് നമ്മൾ റിക്വസ്റ്റ് ചെയ്തും എരന്നും ഒക്കെയാണ് ഉപകരണങ്ങൾ വാങ്ങിച്ച് വെച്ചിട്ട് നമ്മൾ ഇത് പലപ്പോഴും ചെയ്ത് തീർക്കുന്നത്. ഡോക്ടർ ഹാരിസ് പറഞ്ഞ കാര്യങ്ങൾ പരിശോധിക്കുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജും വ്യക്തമാക്കി. ഹാരിസ് പറഞ്ഞത് സിസ്റ്റത്തിന്റെ പ്രശ്നമാണെന്നും അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ നിർദ്ദേശിച്ചതായും വീണ ജോർജ് പ്രതികരിച്ചു. അതേസമയം ഹാരിസ് ചിറക്കലിന് പിന്തുണയുമായി KGM-CTA രംഗത്തെത്തി. യൂറോളജിയിൽ മാത്രമല്ല മിക്ക ഡിപ്പാർട്ട്മെന്റിലും പ്രതിസന്ധിയുണ്ട്. തുറന്നു പറച്ചിലിൽ ഡോക്ടർ ഹാരിസിനെതിരെ നടപടിയുണ്ടായാൽ ഡോക്ടർമാർ സമരത്തിലേക്ക് നീങ്ങുമെന്നും KGM-CTA മുന്നറിയിപ്പ് നൽകി. ജനം, തിരുവനന്തപുരം.